ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്നലെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നടന്ന മത്സരത്തിൽ ഒരു മികച്ച വിജയം സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിരുന്നു. ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് മുംബൈ സിറ്റിയെ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയിട്ടുള്ളത്. കോമെ പെപ്ര നേടിയ ഗോളാണ് ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു വിജയം സമ്മാനിച്ചിട്ടുള്ളത്. ഈ സീസണിലെ അവസാനത്തെ ഹോം മത്സരമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചിരുന്നത്. അതിൽ വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരൽപ്പമെങ്കിലും ആശ്വാസം നൽകുന്ന ഒരു ഘടകമാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ വിജയം അത് ഏറ്റവും കൂടുതൽ തുണയായിട്ടുള്ളത് ഒഡീഷ എഫ്സിക്കാണ്. അതായത് മുംബൈ സിറ്റി ഇപ്പോഴും പോയിന്റ് പട്ടികയിൽ 7ാം സ്ഥാനത്ത് തുടരുകയാണ്. 23 മത്സരങ്ങളിൽ നിന്ന് 33 പോയിന്റാണ് മുംബൈ സിറ്റിക്കുള്ളത്. ഒഡീഷ എഫ് സി 6ാം സ്ഥാനത്താണ്. 24 മത്സരങ്ങളിൽ നിന്ന് 33 പോയിന്റ് തന്നെയാണ് അവർക്കുള്ളത്. പക്ഷെ ഗോൾ ശരാശരിയിൽ ഇപ്പോൾ ഒഡീഷയാണ് മുന്നിട്ട് നിൽക്കുന്നത്. അങ്ങനെയാണ് പ്ലേ ഓഫ് സ്പോട്ടിൽ ഇപ്പോഴും ഒഡീഷ നിലകൊള്ളുന്നത്. മുംബൈ സിറ്റിയുടെ അടുത്ത മത്സരത്തിലെ എതിരാളികൾ ബംഗളൂരു എഫ് സി ആണ്. ആ മത്സരത്തിൽ മുംബൈ സിറ്റിക്ക് ഇപ്പോൾ വിജയം അനിവാര്യമായിട്ടുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ മുംബൈ സിറ്റി പുറത്താകും. മറിച്ച് ഒഡീഷയാണ് അവിടെ കയറുക. അതായത് ഇന്നലത്തെ ഈ ഒരു റിസൾട്ട് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തത് ഒഡീഷക്കാണ് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. ഒഡീഷ എഫ് സിയുടെ ഒഫീഷ്യൽ അക്കൗണ്ട് തന്നെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനോട് നന്ദി പറഞ്ഞിട്ടുണ്ട് എന്നത് രസകരമായ ഒരു വസ്തുതയാണ്. ഒരു ഗിഫാണ് അവർ പങ്കുവച്ചിട്ടുള്ളത്. അതായത് വയലറ്റ് നിറത്തിലുള്ള ഒരു മാസ്കോട്ടും അതുപോലെ തന്നെ മഞ്ഞ നിറത്തിലുള്ള ഒരു മാസ്കോട്ടും ഹഗ് ചെയ്യുന്ന ഒരു ഗിഫാണ് അവരിപ്പോൾ പങ്കുവച്ചിട്ടുള്ളത്. ഇത് ആരാധകർക്കിടയിൽ വലിയ ശ്രദ്ധ നേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ചെയ്ത ആ ഒരു ഉപകാരത്തിന് ഒഡീഷ എഫ് സി നന്ദി പറയുകയാണ് ചെയ്യുന്നത്. ഏതായാലും അടുത്ത മത്സരം അത് വളരെ നിർണായകമാണ്. മുംബൈ സിറ്റിയും ബംഗളൂരു എഫ് സിയും തമ്മിലുള്ള ആ ഒരു മത്സരത്തിലെ റിസൾട്ട് ആയിരിക്കും പ്ലേ ഓഫ് സ്പോട്ടിനെ നിർണ്ണയിക്കുക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.